തീർച്ചയായും അക്കാര്യത്തിൽ കടുത്ത മത്സരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായും ഉത്തരേന്ത്യയിൽ നിന്നാണ് ബി ജെ പി കൂടുതൽ സീറ്റുകൾ നേടേണ്ടത് എന്നുള്ളതുകൊണ്ടും അങ്ങനെയാണ് 273 തികയ്ക്കേണ്ടത് എന്നുള്ളതുകൊണ്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആ, വിട്ടുവീഴ്ചയും ചെയ്യാനാകാത്ത വിധത്തിൽ അവരുടെ ഒരു പ്രതിരോധ കോട്ട ആ, നിലനിർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്കൊക്കെ ഇപ്പോൾ കുറേശ്ശെങ്കിലും വിശ്വസിക്കാവുന്ന ഒരു സർവേ എന്ന് പറയുന്നത് CSTS ലോക് നീതി സർവേയാണ്. അതിൽ പക്ഷേ ഖണ്ഡിതമായി പറയുന്നുണ്ട് ബി ജെ പിക്ക് ക്ലിയർ എഡ്ജുണ്ട്, ബി ജെ പിക്ക് ക്ലിയർ ആൻഡ് ക്ലോസ് ചലഞ്ച് ഇല്ല എന്ന്. അപ്പോൾ 12% പോയിൻ്റാണ് ബി ജെ പിക്ക് മുൻതൂക്കം നൽകുന്നത് എന്ന് നമ്മൾ കാണേണ്ടതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മോദി ഗ്യാരണ്ടിയാണ്. അതായത് മോദിയാണ് ബി ജെ പിയുടെ മൂലക്കല്ല്. അതായത് ഒരു മൂന്നാമതും ഭരണത്തിലേറുന്നതിന് എന്തെങ്കിലും കാരണം ബി ജെ പിക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി എന്നാണ് ഈ CSTS ലോക് നീതി സർവേ ആവർത്തിച്ച് പറയുന്നത്. സാധാരണഗതിയിൽ ബി ജെ പി അങ്ങനെ ഒരു കൾട്ട് ഫിഗറിനെ ഒന്നും വളർത്താറില്ല. പക്ഷേ നരേന്ദ്രമോദി ആ നിലയിൽ ഒരു കൾട്ട് ഫിഗർ ആയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ജയ് ശ്രീറാം മുഴങ്ങുന്നതിനേക്കാൾ മോദി 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 എന്ന് മുഴങ്ങുന്നു എന്നുള്ളതാണ്. വാജ്പേയിയുടെയോ അല്ലെങ്കിൽ പിൽക്കാലത്ത് അദ്വാനി എമർജ് ചെയ്യുന്ന കാലഘട്ടത്തിലോ ഒന്നും തന്നെയും ആ നിലയിലുള്ള ഒരു കൾട്ടിനെ ബി ജെ പിയോ RSSO വളർത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ ആ നിലയിൽ ഉണ്ടാകുന്നു. അതുതന്നെയാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളില്ലല്ലോ, ഗ്യാരണ്ടി, മോദി ഗ്യാരണ്ടി, സ്വന്തം പേരിട്ട് അതിനെ ഗ്യാരണ്ടിയാക്കുകയും അത് വോട്ടർമാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലോക് നീതി സർവേയിൽ പറയുന്നതെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ചും ആളുകൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് തമ്മിൽ 7% ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. നരേന്ദ്രമോദിയേക്കാൾ 7% താഴെയാണ് രാഹുലിൻ്റെ ഗ്യാരണ്ടി. അപ്പോൾ കൂടുതൽ വിശ്വാസ്യത ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിക്കാണ് എന്നുള്ളതാണ്. നോക്കൂ, നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അച്ചീവ്മെൻ്റ് എന്താണ് കഴിഞ്ഞ 10 വർഷത്തെ എന്ന് CSTS ലോക് നീതി ചോദിക്കുമ്പോൾ ജനങ്ങൾ പറയുന്നത് രാമക്ഷേത്ര നിർമ്മാണം എന്നാണ്. നമ്മൾ അതിൻ്റെ ഒരു പൊള്ളത്തരമൊക്കെ ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആ നിലയിലാണ് ആളുകൾ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രാമക്ഷേത്ര നിർമ്മാണമാണ് ഏറ്റവും വലിയ നേട്ടമെന്നും നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നു എന്നും പറയുന്ന ജനതയോട് പക്ഷേ ഈ പ്രൈസ് റൈസിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ ഇവരുടെ ചോദ്യം ഇതാണ്. അതായത് CSTS ലോക് നീതി സർവേയുടെ ഈ വിലക്കയറ്റം സംബന്ധിച്ചുള്ള ചോദ്യം ഇതാണ്. ആൻഡ് വാട്ട് അബൌട്ട് പ്രൈസ് റൈസ്, ഹാസ് ഇറ്റ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ഇൻ ദ പാസ്റ്റ് 5 years എന്നുള്ള ചോദ്യത്തിന് 71% ഈ രാജ്യത്ത് വിലക്കയറ്റം വലിയ തോതിൽ അവരുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ളതാണ്. ഇഫ് യു കമ്പയർ ടുഡേ വിത്ത് ദ ലാസ്റ്റ് 5 years, ഡു യു തിങ്ക് ഇറ്റ് ഈസ് മച്ച് ഈസിയർ ടു ഗെറ്റ് ജോബ്സ് ഓർ ഹാസ് ഇറ്റ് ബിക്കം മോർ ഡിഫിക്കൽട്ട്? 62% പേരും തൊഴിലില്ലായ്മയെക്കുറിച്ച് അത് ഗുരുതര പ്രശ്നമാണ് എന്ന് പറയുന്നു. പക്ഷേ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന മോദി ഗ്യാരണ്ടി ഉപയോഗിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയെ ഉപയോഗിച്ച് എങ്ങനെയാണോ അവരുടെ ഒരു ഫേസ് മാറ്റിയിട്ടുള്ളത്, അവരുടെ ഒരു പാൻ ഇന്ത്യൻ സ്വഭാവം കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുള്ളത്, സമാനമായ വിധത്തിൽ മോദി ഇപ്പോൾ ബി ജെ പിക്ക് പഴയ ഇന്ദിര ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ സർവേയിലേക്ക് പോയാൽ, അതായത് ദ ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇൻറ്റേർണൽ സർവേയിലേക്ക് പോയാൽ 5 ഹരിയാനയിലെ സീറ്റുകൾ 6 രാജസ്ഥാനിലെ സീറ്റുകളിലാണ്. അക്കാര്യത്തിലും ബി ജെ പി അപ്രീഷിയേറ്റ് ചെയ്യാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം വെച്ചാൽ നോക്കൂ, അങ്ങനെ ഒരു മെഷീനറി ബി ജെ പിക്കുണ്ട്. വളരെ മൈന്യൂട്ടായി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ആ തിരിച്ചടി കണ്ടെത്തി അത് ഒരു സർവേയിലൂടെ പുറത്തു വരികയും അതിന് ഇനിയും ദിവസങ്ങളും ആഴ്ചകളും ഉണ്ടല്ലോ, ആ ദിവസങ്ങളും ആഴ്ചകളും ഉപയോഗിച്ചുകൊണ്ട് റെക്ടിഫൈ ചെയ്യുക എന്നുള്ള ഒരു നടപടിക്രമമാണ് യഥാർത്ഥത്തിൽ ഈ സർവേ. അത് വെറുതെ തോക്കോ ജയിക്കോ എന്നറിയാൻ വേണ്ടിയല്ല സർവേ കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചം. നമ്മളിപ്പോൾ ഇന്ത്യ ബ്ലോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ മുഴുവൻ തോക്കുന്ന സീറ്റുകളായിരിക്കും ഇന്ത്യ ബ്ലോക്കിന് കൂടുതൽ. അവിടെ അങ്ങനെ ഒരു പ്രോസസ്സ് തന്നെ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇപ്പോൾ ഹരിയാനയിൽ 10, രാജസ്ഥാനിൽ 25 ലോക്സഭാ സീറ്റുകളാണുള്ളത്. അതിനകത്ത് ഈ പറയുന്ന കുറച്ച് സീറ്റുകളുടെ കാര്യത്തിനകത്ത് ഹരിയാനയിൽ ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം
സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഒന്ന്, ജാട്ട് രോഷം വളരെ വ്യാപകമായിട്ടുണ്ട് എന്നറിയാം. നമുക്ക് കഴിഞ്ഞ ദിവസം ബീരേന്ദർ സിംഗിൻ്റെ മകനും വീരേന്ദ്ര സിംഗും ആ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരുന്നു എന്നുള്ളത് നമുക്കറിയാം. അവിടെ ഹൂഡ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ അഗ്നിപഥിനെതിരെ ഏറ്റവും കൂടുതൽ പട്ടാളക്കാരുള്ള ഒരു നാടാണ് ഹരിയാന എന്ന് പറയുന്നത്. അഗ്നിപഥിനെതിരായിട്ടുള്ള രോഷമുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരിടമാണ്. മാത്രമല്ല പുതിയ മുഖ്യമന്ത്രിയൊന്നും ഖട്ടാറിനെ പോലെ പോപ്പുലറായി വരാനുള്ള സാധ്യതയും ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇല്ല. OBC കൺസോൾട്ടേഷനും അവിടെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. രാജസ്ഥാനിൽ മിക്സഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കോൺഗ്രസിൽ നിന്ന് ഒട്ടേറെ പേര് BJPയിലേക്ക് ചേരുന്നു. അതേസമയം തന്നെ കോൺഗ്രസിന് ചെറിയ തോതിൽ, പ്രത്യേകിച്ച് കടുത്ത ചൂടിൽ ഒരു ഇൻകംബൻസി ഫാക്ടർ പുതിയ സർക്കാരിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രാജസ്ഥാനിൽ 25-25 ഒരു ഘടകകക്ഷി സീറ്റ് കൂടി ചേർത്താൽ 25 സീറ്റും BJPക്കായിരുന്നു കഴിഞ്ഞ തവണ കിട്ടിയിരുന്നത്. ആ സീറ്റുകൾ നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ആശങ്ക, ആറിടങ്ങളിൽ കടുത്ത മത്സരം സാധ്യതയുണ്ട് എന്നുള്ള ആശങ്ക BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏതായാലും നമ്മൾ കഴിഞ്ഞ തുടർച്ചയായ ചർച്ചകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ 303-ഉം 273-ഉം തമ്മിലുള്ള വ്യത്യാസം വെറും 30 സീറ്റുകളാണ് എന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം അറിയാം. അവരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ ഹിന്ദി ബെൽറ്റിൽ, അതുപോലെ തന്നെ വെസ്റ്റേൺ ഇന്ത്യയിലാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ സാന്നിധ്യമുള്ളത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ കേവല ഭൂരിപക്ഷം ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാവുന്നതുപോലെ പശ്ചിമ ബംഗാളിൽ ഇൻറോഡ്സ് ഉണ്ടാക്കിയതുകൊണ്ടാണ്, 18 സീറ്റുകൾ നേടിയതുകൊണ്ടാണ്, അസമിലെ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുത്തതുകൊണ്ടാണ്. അപ്പോൾ ആ 2 സീറ്റുകളാണ് 280 ചില്ലുവാനത്തിൽ നിന്നും 303 എത്തിച്ചത്. ആ 303 നമ്മൾ നേരത്തെ സ്മൃതിയുടെ ചർച്ചയിൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അതായത് പ്രശാന്ത് കിഷോറിൻ്റെ പ്രവചനം എന്ന് പറയുന്നത് ഒഡീഷയിലും അതുപോലെ പശ്ചിമ ബംഗാളിലും വലിയ കക്ഷിയായി BJP എമർജ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഒന്നാം കക്ഷിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ തവണ എങ്ങനെയാണോ പശ്ചിമ ബംഗാളിൽ രണ്ടാം കക്ഷിയായി 18 സീറ്റുകൾ നേടിയത്, എങ്ങനെയാണോ അസമിൽ ഒന്നാം കക്ഷിയായി മാറിയത്, അങ്ങനെയാണ് 280-ൽ നിന്ന് 303-ലേക്ക് കടന്നത്. ആ 303 ഇനി വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ 303 നിലനിർത്തുകയോ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഏതെങ്കിലും 2 സംസ്ഥാനങ്ങളിലെങ്കിലും കുറഞ്ഞത് വലിയ നേട്ടമുണ്ടാക്കിയാൽ മാത്രമേ സാധിക്കുള്ളൂ. കാരണം തെക്കേ ഇന്ത്യയിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയില്ല. പ്രശാന്ത് കിഷോർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഡബിൾ ഡിജിറ്റ് വോട്ടിലേക്ക് പോകുന്നതാണ്, സീറ്റിൻ്റെ കാര്യം പറയുന്നില്ല എന്നുള്ള വിഷയമുണ്ട്. കർണാടകത്തിൽ സീറ്റ് കുറയുന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. അവിടെ വലിയ തമ്മിലടിയാണ് നടക്കുന്നത്, നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ടതില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ആന്ധ്രാപ്രദേശിൽ, തെലങ്കാനയിൽ ഒരുപക്ഷെ സീറ്റ് കുറയുകയാണെങ്കിൽ തന്നെ ആന്ധ്ര അത് മാനേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം TDPയുടെ ചിറകിലാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. ഈസ്റ്റേൺ ഇന്ത്യ എന്ന് പറയുന്നത് പ്രധാനമായും നമ്മൾ കാണുന്നത് ജാർഖണ്ഡും അതുപോലെ തന്നെ ബീഹാറുമാണ്. ബീഹാറിൽ വലിയ നേട്ടം ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല തേജസ്വി യാദവും മുന്നോട്ട് പോകും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കാര്യത്തിൽ ഇൻറ്റേർണൽ സർവേയുടെ കാര്യത്തിനകത്ത് BJP അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ചാൽ അത് ആവശ്യമാണ്. ഇന്നത്തെ വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ള, അതായത് എങ്ങനെയാണോ വാഗ്ദാനങ്ങൾ ഗ്യാരണ്ടിയായി മാറിയത് അത്രയും തീക്ഷ്ണമായിട്ടുള്ള, അത്രയും ആളുകളിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പ്രചരണം, അതിന് എന്നെയാണ് വിശ്വാസമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു 7 പോയിന്റ് കുറവാണെങ്കിൽ എൻ്റെ പേര് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മോഡി 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 എന്ന് പറഞ്ഞ് ആളുകളെ ഒരു മോഡി വിസ്മയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ നിലയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രോസസ്സ് അവർക്ക് ഗുണമാണ് ചെയ്യുക. അതേസമയം മറുപക്ഷത്ത് നമ്മൾ കേൾക്കുന്ന ഈ നിശബ്ദതയുണ്ടല്ലോ, അത് ഒരു പ്രതിപക്ഷം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. ഒരു മത്സരത്തിനില്ല, ഞങ്ങൾ ഒരു കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ല എന്നുള്ള തോന്നൽ യഥാർത്ഥത്തിൽ ഇന്ത്യ പക്ഷത്ത് ഞാൻ കാണുന്നുണ്ട്. Meet the editors.